ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ലവ് ഉണ്ടെങ്കിൽ ആ ലവ് റിയൽ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് സ്പ്രെഡുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോർട്സും പിന്നെ ഡെവിളും. പിന്നെ നമുക്ക് 7 ഓഫ് കപ്സും 9 ഓഫ് സോർട്സുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്പ്രെഡുകളും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ ജസ്റ്റിസ് നോക്കാം. ജസ്റ്റിസ് എന്താണ് പറയുന്നത്? ഇതൊരു കാർമിക് കണക്ഷൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് റോങ് ബാലൻസ് സൂചിപ്പിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയിരിക്കാം, പക്ഷേ അക്കൗണ്ടബിലിറ്റി ഇതിന് ആവശ്യമാണെന്നാണ് ജസ്റ്റിസ് പറയുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് സോർട്സ് ആണ്. അവൻ മെൻ്റലി ട്രാപ്ഡ് ആണെന്നാണ് 8 ഓഫ് സോർട്സ് പറയുന്നത്. അതായത് ആൾക്ക് ഫിയറുണ്ട്, ഫിയർ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ഫീലിങ്സ് ആണ് പുള്ളിക്ക് വരുന്നത്. നിങ്ങളുടെ ഇടയ്ക്കുള്ള സിറ്റുവേഷൻസിലൊക്കെ ഒരു സ്റ്റക്നെസ് ഉണ്ടെന്ന്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെവിളാണ്. ഡെവിൾ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് അട്രാക്ഷൻ കാർഡാണ് ഈ ഡെവിൾ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരു സ്ട്രോങ് അട്രാക്ഷനും എല്ലാം ഉണ്ട്. ഒരു ഒബ്സഷൻ, ഡിപ്പെൻഡൻസി എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നു. പക്ഷേ ഇതൊരു ടോക്സിക് പാറ്റേൺ ആകാനുള്ള ചാൻസും കൂടി ഉണ്ടെന്നാണ് ഈ ഡെവിൾ പറയുന്നത്. ഇനി നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് കാണുമ്പോൾ തന്നെ അറിയാം, കുറേ മൾട്ടിപ്പിൾ ചാൻസസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് കൺഫ്യൂഷൻ, മൾട്ടിപ്പിൾ തോട്ട്സ്, സംടൈംസ് ഇല്യൂഷൻ, ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പാർട്ട്ണർക്കെന്നാണ് ഈ 7 ഓഫ് കപ്സിൽ പറയുന്നത്. പിന്നെ നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരു 9 ഓഫ് സോർട്സ് ആണ്. 9 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഭയങ്കര ആങ്സൈറ്റി, ഗിൽറ്റ്, ടെൻഷൻ എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നാണ് ഈ 9 ഓഫ് സോർട്സിൽ കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ ലവ്. സോ ഈ നിങ്ങളുടെ ലവ് റിയൽ ആണോ എന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ അട്രാക്ഷൻ റിയലാണ്, ഇമോഷണൽ പുള്ളും ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഒരു പീസ്ഫുള്ളല്ല, ഒരു പ്യുവർ ലവ് എനർജിയും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ നമുക്കിതൊരു സോൾമേറ്റ് എനർജി പോലെ ഒരു കാർമിക് ലെസൺ റിലേഷൻഷിപ്പ് ആയിരിക്കാമെന്നാണ് നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ലവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് തുടർന്ന് പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരിക്കുമോ കിട്ടുക, അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളതിലേക്ക് മാറുമോ? നിങ്ങൾ ഓരോ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേഷനും എല്ലാം കൂടി വെക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക. ഇതാണ് എൻ്റെ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.